പത്തനംതിട്ട കോട്ടാങ്ങലിൽ നഴ്സിനെ ബലാത്സംഗം ചെയ്ത് ജീവനോട് കെട്ടിത്തൂക്കി കൊന്ന കേസിൽ പ്രതി നസീറിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷവും ശിക്ഷ. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2019 ഡിസംബർ 15-നായിരുന്നു ക്രൂരമായ കൊലപാതകം നടന്നത്. ശ്രീരാജ് ബാബു ചേരുന്ന വിവരങ്ങളുമായി. ശ്രീരാജ്, പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള ശിക്ഷയാണോ ലഭിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രതി നസീർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അല്പസമയം മുൻപ് പ്രതിക്കുള്ള ശിക്ഷാവിധിയും തടവ് ശിക്ഷയും ലഭിച്ചിട്ടുണ്ട്. ഇത് ഏത് തരത്തിലാണ് അനുഭവിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ വിധിപ്പകർപ്പ് ലഭിക്കുന്നതോടെ തന്നെ അക്കാര്യത്തിലൊരു വ്യക്തത വരും. 2019 ഡിസംബർ 15-നായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കൊല്ലപ്പെട്ട ടിഞ്ചുവിൻ്റെ വീട്ടിലേക്ക് ഈ പ്രതിയായ നസീർ എത്തുകയും വീട്ടിൽ മറ്റാരുമില്ല എന്ന് അറിഞ്ഞതോടെ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു. ബലാത്സംഗത്തിനിടെ ഈ പെൺകുട്ടിയുടെ തല വീട്ടിലെ മുറിക്കുള്ളിലെ കട്ടിലിൻ്റെ കാലിലിടിക്കുകയും പിന്നീട് ഈ പെൺകുട്ടിയെ ജീവനോടെ തന്നെ കെട്ടിത്തൂക്കുകയുമായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തായ ടിജിനൊപ്പമായിരുന്നു ഈ പെൺകുട്ടി ആദ്യ വിവാഹത്തിന് ശേഷം ഭർത്താവുമായി പിരിഞ്ഞ ശേഷം താമസിച്ചു വന്നിരുന്നത്. ടിജിനെ പ്രതിയെന്ന് സംശയിക്കുകയും പോലീസ് ഈ പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തതെല്ലാം തന്നെ വലിയ വിവാദമായിരുന്നു. ആ ഘട്ടത്തിൽ പിന്നീട് ഈ പോലീസിൽ നിന്നും ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയും 20 മാസത്തോളം നടന്ന അന്വേഷണത്തിന് ശേഷമാണ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിയത്. പോലീസിനെ ഈ പ്രതിയിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഘടകമായത് ഈ പെൺകുട്ടിയെ കെട്ടിത്തൂക്കിയപ്പോഴുണ്ടായ ഒരു കെട്ടായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കെട്ടുന്ന തരത്തിലായിരുന്നില്ല ആ കെട്ടുണ്ടായിരുന്നത്. പകരം തടിക്കച്ചവടക്കാരോ അല്ലെങ്കിൽ തടിപ്പണിക്കാരോ കെട്ടുന്ന തരത്തിലുള്ളതായിരുന്നു. പെൺകുട്ടിയുടെ കഴുത്തിൽ കുരുക്കിയ കെട്ട് ഉണ്ടായിരുന്നത്. അതാണ് ഈ പ്രതിയിലേക്ക് തടിക്കച്ചവടക്കാരനായ നസീറിലേക്ക് അന്വേഷണം എത്തുന്നതിലേക്ക് ക്രൈംബ്രാഞ്ചിനെ എത്തിച്ചത്. അത്തരത്തിൽ പിന്നീട് തുടർന്ന് ഈ നസീറിനെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയുടെ നഖത്തിൻ്റെ അടിയിൽ നിന്നടക്കം ഈ നസീറിൻ്റെ കോശങ്ങളുടെ സാമ്പിളുകൾ ലഭിക്കുകയും അത് DNA പരിശോധനയിൽ 2019 ഡിസംബർ 15-ന് നടന്ന ക്രൂരമായ കൊലപാതകത്തിലാണ് ഇപ്പോൾ ജീവപര്യന്തം പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശ്രീരാജാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.